ഹരേ കൃഷ്ണ. ഈ വർഷത്തെ കാമത ഏകാദശി, അതായത് ശുക്ലപക്ഷത്തിലെ കാമത ഏകാദശി ആഘോഷിക്കുന്നത് ഏപ്രിൽ 8-ാം തീയതിയാണ്, ഇന്നാണ്. അപ്പോൾ ഏകാദശി തിഥി ആരംഭിച്ചത് ഏപ്രിൽ 7-ാം തീയതി വൈകിട്ട് 8 മണിക്കും ഏകാദശി തിഥി അവസാനിക്കുന്നത് 8-ാം തീയതി വൈകിട്ട് 9:12-നുമാണ്. അപ്പോൾ അതുപോലെ തന്നെ പാരണ സമയം എന്ന് പറയുന്നത് ഏപ്രിൽ 9-ാം തീയതി രാവിലെ 6:01-നും 8:34-നും ഇടയ്ക്കാണ് പാരണ സമയം തുടങ്ങുന്നത്. ദ്വാദശി, പാരണയുടെ ദ്വാദശി ദിവസം അവസാനിക്കുന്നത് ഏപ്രിൽ 9-ാം തീയതി വൈകിട്ട് 10:55-നുമാണ്. അപ്പോൾ കാമത ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ആഗ്രഹ സഫലീകരണം എന്നാണ് കാമത എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം. ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനും പാപപരിഹാരം ചെയ്യുന്നതിനും മോക്ഷം കൈവരിക്കുന്നതിനും ഈ ഏകാദശി എല്ലാവരും ആചരിക്കേണ്ടതാണ്. ഏകാദശി ദിവസം, ഏകാദശി വ്രതം ഭഗവാന്റെ പ്രീതിക്കായി വേണം അനുഷ്ഠിക്കേണ്ടത്. അന്നേ ദിവസം നാമജപം കൂടുതലായി ചെയ്യുവാനും ഭഗവാന്റെ കഥകൾ കേൾക്കുവാനും ഭഗവാന്റെ സേവനം ചെയ്യുന്നതിനുമായി നമ്മുടെ സമയം കൂടുതലും ചെലവഴിക്കുക. ഏകാദശി ദിവസം ശരീരപാലത്തിനായി അധിക സമയം ചെലവഴിക്കരുത്. തലയിൽ എണ്ണ തേക്കുക, നഖം, മുടി മുറിക്കൽ എന്നിവ തീർച്ചയായിട്ടും ഒഴിവാക്കണം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ്, ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് നിങ്ങൾ സ്നാനാദി കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ പൂജ ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന വിധത്തിലൂടെ നാമജപങ്ങൾ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഭഗവത്ഗീത വായിക്കാം, നാരായണീയം പാരായണം ചെയ്യാം, നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാം. അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഒരു വൈകിട്ട് നിങ്ങൾക്ക് ക്ഷേത്രമുണ്ടെങ്കിൽ, വീടിൻ്റെ അടുത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ ക്ഷേത്ര സന്ദർശനവും ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ദാനങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾ നോക്കണം. എത്രയും ദാനം ചെയ്യുന്നു അത്രയും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം അനുസരിച്ച്, നിങ്ങൾ കഴിയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ എല്ലാവരും നല്ലപോലെ ഉപവാസം എടുത്ത് പാരണ ചെയ്യുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ.